ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷങ്ങൾ? ഞാൻ വന്നു കേട്ടോ, എൻ്റെ ചട്ടി കുടിക്കും പാത്രമൊക്കെ ആയിക്കാണ്ട്. നിങ്ങൾ ചെയ്തിട്ടുണ്ടാവില്ല ഈ പെണ്ണിന് തന്നെ പണിയുന്നില്ലേ? എൻ്റെ ലോകം എന്ന് പറയുന്നത് ഈ ഒരു അടുക്കളയും എൻ്റെ ചുറ്റുപാടിലൊക്കെ തന്നെയാണ് കേട്ടോ. അപ്പോൾ അതാ രാവിലത്തെ ഉപ്പേരിയും കറികളും ഒക്കെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് വേറെ വീഡിയോസൊന്നും ഇല്ലേ. നമ്മളിവിടുന്ന് പുറത്ത് പോവുകയോ പരിപാടിയോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇതിനുള്ള കുത്തനങ്ങാണ് ഇങ്ങനെ എന്താ 4 ചുവരിൻ്റെ ഉള്ളിൽ വീഡിയോസ് ഇതൊക്കെ തന്നെയാണ് കേട്ടോ. പെണ്ണിന് ഞാൻ തോറ്റ് പിന്മാറൊന്നുമില്ല, പരിശ്രമിച്ചു കൊണ്ടേയിരിക്കുന്നുണ്ട്. എന്തെങ്കിലും വിജയം പടച്ചോൻ തരാക്കൂലല്ലോ. താൻ പാതി ദൈവം പാതി എന്നല്ലേ. നമ്മളെ പണി നമ്മളെടുക്കുക. ഇപ്പോൾ ചൂടൊക്കെ കൂടുതലായതുകൊണ്ട് രാത്രി മക്കൾ ഉറങ്ങണ തന്നെയല്ല. ഈ രാത്രി ഉറങ്ങാൻ നമുക്ക് വൈകിയാലേ രാവിലെ നീച്ചുമ്പോൾ മുഖം കടന്നു കിട്ടിയാൽ മതിയല്ലേ. എനിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണ പണിയൊക്കെ ഉറങ്ങാത്തതുകൊണ്ട് മക്കളെയും തോളിലിട്ടുകൊണ്ട് അങ്ങനെ നേരം വെളുപ്പിച്ചു. ഫാനിൻ്റെ മുഖത്ത് നോക്കിയാണ്ടല്ലോ 2 അടിയാണ് കൊടുക്കാൻ തോന്നും. അങ്ങനെ മാണാ മാണ്ടേച്ചിക്കാണ് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുക. പിന്നെ പേസി വെക്കാൻ കാലിലെ പായി നിർത്തിയിട്ടല്ലേ ഞാനെത്താൻ വേണ്ടിക്കാണ്ടേ നമ്മളൊക്കെ ദ്വാർക്കൊണ്ടിട്ടോ. ഇപ്പം നമ്മളെ വീട്ടിലേക്ക് മീനൊന്നും വരില്ല കേട്ടോ. മീൻകാരനാണെങ്കിലോ എന്നും ലീവ് എന്നൊക്കെ സ്റ്റാറ്റസിൽ കാണുന്നത്. അപ്പം ഇത് പുറത്ത് പോയിക്കാണ്ട് ഇപ്പോൾ രാവിലെ തന്നെ മീനൊക്കെ വാങ്ങിക്കുന്നു കേട്ടോ. അതെന്താ പൊരിഞ്ഞ വിലയെന്നൊക്കെ പറഞ്ഞു. ചക്ക സീസൺ ആയതുകൊണ്ട് നമുക്കിവിടെ പഴുത്ത ചക്ക കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചക്കക്കുരൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചക്കക്കുരു വെള്ളക്കി വെച്ച് കാണുന്നൊരു കറി. ചക്കക്കുരു വേവിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അടുപ്പത്ത് കുക്കർ വെച്ചിട്ടുണ്ട് കേട്ടോ. ആലുവ അടുപ്പായതുകൊണ്ട് നമ്മൾ കുക്കറൊക്കെ അടുപ്പത്ത് വേവിക്കാറുണ്ട്. അധികം കത്തിക്കലില്ല. അപ്പോൾ ചെറുതായി കത്തിച്ചു കൊടുത്താൽ തന്നെ നല്ലോണം വെന്ത് കിട്ടും കേട്ടോ. പിന്നെ അധികം കരിയാവില്ല. അതിൻ്റെ ബേക്കിൽ മാത്രമേ കരിയാവുള്ളൂ. അവിടെ നിന്ന് അരച്ച് കളഞ്ഞാൽ മതി. ഇപ്പോൾ ഗ്യാസിനൊക്കെ സീസൺ ആയതുകൊണ്ടേ. അല്ലെങ്കിൽ ഇവിടെ ഇങ്ങനെ തന്നെയാണ് ചെയ്യാറ്. നമ്മളധികം അടുപ്പത്ത് തന്നെ ഒക്കെ ഉണ്ടാക്കൽ. ചെയ്തിട്ട് കിട്ടാൻ ക്ഷാമെന്നൊക്കെ പറഞ്ഞേക്കണ്ടില്ലേ. 1 മാസം കഴിഞ്ഞാലൊക്കെ കിട്ടുള്ളൂ. ചിലടത്ത് കിട്ടണമെന്നില്ല. അപ്പോൾ അധികം ഗ്യാസിന് വെക്കലില്ല. അടുപ്പത്ത് തന്നെ ഒക്കെ വെക്കൽ. മീനും തന്നെ ഒക്കെ അടുപ്പത്ത് തന്നെ നമ്മൾ പൊരിച്ചൽ കേട്ടോ. അപ്പോൾ പഴുത്ത നല്ല ചക്ക കിട്ടിയിട്ടുണ്ടായിരുന്നു. നല്ല മധുരം ഉണ്ട് കേട്ടോ. തേൻ വരിക്കാന്നൊക്കെ പറഞ്ഞ മാതിരി. അപ്പോൾ കുറച്ച് മക്കൾക്കൊക്കെ വേണ്ടി എടുത്ത് വെക്കുകയാണ്. കളിക്കാൻ പോയൊക്കെ ചെയ്തിട്ടുണ്ട്. തലേന്നത്തെ ചോറുണ്ടായതുകൊണ്ട് അത് ഊറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ അത് തികയില്ല തോന്നിയിട്ട് പിന്നെയും തീ മറ്റതാണ് കേട്ടോ. ആ കറി വെന്ത് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് തേങ്ങ അരച്ച് പാരാണ് ചെയ്യണത്. ഓരോരോ പരിപാടി ഇങ്ങനെ ഓരോന്നിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഈ അടുപ്പ് കണ്ടോ, ഇങ്ങനെ അടുപ്പായ ഒരു സ്വഭാവം കേട്ടോ. എന്തെങ്കിലും ഉണക്കാൻ വെച്ചിട്ടുണ്ടാവും ടൈമിൽ കൂടെ. എന്നും എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. അപ്പോൾ അതാ തേങ്ങ കുറച്ച് തേങ്ങ ആട്ടാൻ വെച്ചിട്ടുണ്ട്. അത് ഉണക്കാൻ വെച്ചിരിക്കുകയാണ്. പച്ചമാങ്ങ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതും തേങ്ങയൊക്കെ ഇട്ടുകൊണ്ട് സമ്മന്തി ഇറക്കാൻ വേണ്ടി കേട്ടോ. ഉണക്കമീനാണ് ഒന്നും കൂടി ബെസ്റ്റ്. പക്ഷേ ഇല്ല, ഇപ്പോൾ കിട്ടാനില്ല. അപ്പോൾ ഇന്ന് തേങ്ങ വെച്ചുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാണ്. പച്ചമുളകും ഇല്ല, അതുകൊണ്ട് മുളകും പൊടി ഇട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. മാങ്ങ വെച്ചിട്ടുള്ള സമ്മന്തിയൊക്കെ ആയതുകൊണ്ടേ എല്ലാ പരിപാടിയും കഴിഞ്ഞ് കാണുന്നത് തുടക്കാൻ നിൽക്കുകയാണ്. ഇത് കഴിഞ്ഞിട്ടൊരു തിരുമ്പലും കുളിയും ഒക്കെ ഒന്ന് പാസ്സാക്കണം കേട്ടോ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ കൂട്ടുകാരെ. നിങ്ങളോട് എല്ലാവരും താങ്ക്സ് ഉണ്ട്. നിങ്ങളെ സബ്സ്ക്രൈബറും വ്യൂസൊക്കെ എനിക്ക് കൂടിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. കഴിഞ്ഞ് വന്നിരിക്കണം കേട്ടോ. എന്തെങ്കിലും ഒരു വെള്ളം തരികയാണ്. അപ്പോൾ ഒരു മോരുവെള്ളം ഉണ്ടാക്കി കൊടുത്താണ് കേട്ടോ. അപ്പോൾ മൂപ്പര് ഇഷ്ടപ്പെട്ട രീതിയിൽ തന്നെയാണ് ആയിക്കൊടുത്തു. നാരങ്ങയും ഇഞ്ചൊക്കെ ചതച്ചുകാണ്ട് പിന്നെ കറിവേപ്പിലയും പച്ചമുളക് ഇട്ടുകാണ്ട് ഒരു മോരുവെള്ളം. മൂപ്പർക്ക് പനിയാണ് കേട്ടോ. അപ്പോൾ തണുപ്പ് കുറച്ചുകാണ് ഉണ്ടാക്കി കൊടുത്തിരുന്നത്. ഉമ്മ ഉണ്ടാക്കിയപ്പോൾ ഞാനൊന്ന് ടേസ്റ്റ് നോക്കി കേട്ടോ. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഇടയ്ക്കൊക്കെ ഒന്ന് ഉണ്ടാക്കുന്നത് നല്ലതാണ്. ഒന്ന് കുടിച്ചാലേ ഒരു എനർജി ഡ്രിങ്ക് എന്നൊക്കെ പറഞ്ഞ മാതിരില്ലേ, ആ ഒരു സംഭവം തന്നെ. അപ്പോൾ പുളി നിസ്കാരമൊക്കെ കഴിഞ്ഞ് മക്കൾക്കുള്ള ചോറ് കൊടുക്കലും കഴിഞ്ഞ് കാണും. ഞാൻ ചോറ് വെച്ചാൽ വരുന്നതാണ് കേട്ടോ. നല്ല ചോറ് പോയി കഴിഞ്ഞാൽ തന്നെ ഒരു സമാധാനമാണ്. പിന്നെ എവിടെയെങ്കിലും ഫോൺ കണ്ട് കുത്തിരുന്നോളും. ഈ നട്ടുവച്ച സമയത്തായതുകൊണ്ട് പുറത്തൊക്കെ ഇറങ്ങിങ്ങാണ്ട് അധികം നിൽക്കണം നല്ലതല്ലല്ലോ. അപ്പോൾ ഇതാ ഇന്നത്തെ ഊണ് കുശാലായിരിക്കണം കേട്ടോ. സമ്മന്തി ഉപ്പേരും മീനും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇനി ഞാൻ ചോറ് വെച്ചാൽ വരും കേട്ടോ. അപ്പം നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടാലേ ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്ത് കൂടണേ.